അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹ്മുർ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, ഉടപ്പറപ്പിങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് പല ഉപകാരങ്ങളും ചെയ്തു തന്ന നമ്മുടെ ഗുണകാംക്ഷികളായ അനവധി ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാവിധ ശർറുകളിൽ നിന്നും ദുന്യവിയും ഉഖ്റവിയുമായ സകല ആഫത്ത് മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഒരു വീട്ടിലും അല്ലാഹു വൻ വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. ശാരീരികമായുള്ള അസ്വസ്ഥതകളും അസുഖങ്ങളുമെല്ലാം പരിപൂർണമായി റബ്ബുൽ ഇസ്സത്ത് ശിഫയാക്കി തരുമാറാവട്ടെ. മരണനേരം നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളെ ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ പരമ്പരയെ അള്ളാഹു ഇഷ്ടപ്പെട്ട സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകുമാറാവട്ടെ. ഗർഭിണികളുണ്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ, ബന്ധപ്പെട്ടവരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരും അവർക്ക് അല്ലാഹു റാഹത്തുള്ള സുഖപ്രസവം പ്രദാനം ചെയ്യുകയും ജനിക്കുന്ന കുട്ടികൾ നമുക്കും അവർക്കും അല്ലാഹുവിനും അല്ലാഹുവിൻ്റെ ദീനിനും ഒക്കെ ഉപകരിക്കുന്ന അഭിമാനിക്കാവുന്ന മക്കളാക്കുമാറാവട്ടെ. ഒരു അംഗവൈകല്യവും ഇല്ലാതെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട ഇബ്നുൽ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹജ്ജത്തു സനത്തം മിനസ് സിനീൻ, ഞാനൊരു വർഷം ഹജ്ജ് ചെയ്തു. അങ്ങനെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫകുൻതു ഫീ ഹിജ്രി ഇസ്മാഈൽ വനംതു ഫീഹി ഫറഅയ്തു ഫിൽ മനാമി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ റജഅത ഇലാ ബഗ്ദാദ് ഫദ്ഖുൽ ഫീ മഹല്ലത്തി കദാ വത്റുബ് ബഹ്റാമൽ മജൂസി. ഞാൻ ഹജ്ജിൻ്റെ ഇടയിൽ ഹിജ്ർ ഇസ്മായിൽ അവിടെ ഒന്ന് വിശ്രമിച്ചു, ഒന്ന് മയങ്ങി, ഒന്ന് ഉറങ്ങിയാൽ. ആ ഉറങ്ങിയ സമയം ഫറഅയ്തു ഫിൽ മനാമി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ഫഖാല ഇദാ റജഅത ഇലാ ബഗ്ദാദ്, അബ്ദുല്ലാഹ് ബിൻ മുബാറക് തങ്ങളെ, നിങ്ങൾ ബഗ്ദാദിലേക്ക് മടങ്ങിച്ചെന്നാൽ വദ്ഖുൽ ഫീ മഹല്ലത്തി കദാ, ഇന്നാൽ ഇന്ന മഹല്ലത്തിൽ ഒന്ന് പോവണം. എന്നിട്ട് വത്തുലുബ് ബഹ്റാമൽ മജൂസി, ബഹ്റാമുൽ മജൂസി, മജൂസിയായ തീയാരാധകനായിരുന്ന ബഹ്റാം എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അയാളൊന്ന് അന്വേഷിക്കുക. എന്നിട്ട് വഖ്റ അലൈഹി മിന്നിസ്സലാം, എൻ്റെ സലാം അദ്ദേഹത്തിനോട് പറയണം. വഖുല്ലഹു ഇന്നല്ലാഹു തആല അൻകറാം, അല്ലാഹു തആല നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നും കൂടെ പറയണം. സുബ്ഹാനല്ലാഹ്. ഒരു മജൂസിയായ ഒരു വ്യക്തിയോടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സലാം പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഫന്തബഹ്തു വഖുൽതു ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് ഹാദിഹി റുഅ്യ മിനശ് ശൈത്വാൻ. ഞാൻ ഉണർന്നു, ഞാൻ പറഞ്ഞു, ലാ ഇലാഹ വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, ഇത് ശൈത്വാനിൽ നിന്നുള്ള ഒരു സ്വപ്നമാണല്ലോ. അങ്ങനെ ഫതവല്ലഅതു ഫതുഫ്തു ബിൽ കഅബത്തി മാ ശാഅ ഫഗലബനി നൗം, ഞാൻ വുളുവെടുത്ത് കഅബാലയം തവാഫ് ചെയ്തു. അങ്ങനെ വീണ്ടും എനിക്ക് ഉറക്കം വന്നു, ഞാൻ കിടന്നു. ഫറഅയ്തു കദാലിക സലാസ മർറാത്ത്, ഇങ്ങനെ 3 പ്രാവശ്യം കണ്ടു. റസൂലുള്ളാഹിനെ കണ്ടു. റസൂലുള്ളാഹ് ഈ ബഹ്റാമുൽ മജൂസി എന്നാക്ക് സലാം പറഞ്ഞേക്കുന്നു. അല്ലാഹ് അദ്ദേഹത്തിനെ തൊട്ട് തൃപ്തിപ്പെടുന്നു എന്ന് പറയാനൊക്കെ പറയുന്നു. 3 പ്രാവശ്യം. ഫലമ്മ തമ്മൽ ഹജ്ജു റജഅതു, എന്തായിരുന്നാലും ഹജ്ജ് കഴിഞ്ഞു. ഫലമ്മ തമ്മൽ ഹജ്ജു വറജഅതു ഇലാ ബഗ്ദാദ് ഫദഖൽതു തിൽക്കൽ മഹല്ല, ഞാൻ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ ചെന്നു. റസൂലുള്ളാഹി തങ്ങൾ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞ ആ മഹല്ല്, ആ സ്ഥലം അന്വേഷിച്ച് ഞാൻ പോയി. ഫതലബതു ദാറ ബഹ്റാമൽ മജൂസി, ബഹ്റാമൽ മജൂസി എന്ന് പറഞ്ഞ ആളുടെ വീട് ഞാൻ അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഒരാൾ കാണിച്ചു തന്നു, അയാളുടെ വീട് ഇതാണ്. അങ്ങനെ അവിടെ ഉണ്ട് ഒരു വീട്ടിൽ ഒരു വയസ്സായ ഒരു വ്യക്തി. ഞാൻ ചോദിച്ചു, അന്ത ബഹ്റാമുൽ മജൂസി, നിങ്ങളാണോ ബഹ്റാമുൽ മജൂസി? മജൂസി ബഹ്റാം എന്ന് പറഞ്ഞതാണ് നിങ്ങളാണോ? അതെ, ഞാൻ തന്നെയാണ് മോനെ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് കാര്യങ്ങളൊക്കെ? അപ്പോൾ അദ്ദേഹം ഒരുപാട് വേണ്ടാത്തരങ്ങൾ സമുദായത്തിൽ ഉണ്ടാക്കി ആളുകളെ മുഴുവനും വഴിതെറ്റിക്കുന്നൊരവസ്ഥ. അപ്പോൾ അബ്ദുള്ള വിവരിക്കുകയാണ്, ഞാൻ ജനങ്ങളിൽ ഒരുപാട്
മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ജനങ്ങൾ വഴിവെപ്പിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതൊന്നും പാടില്ലല്ലോ. മുഹമ്മദ് നബിൻ്റെ അടുക്കൽ ഇതൊക്കെ ഹറാമല്ലേ. പിന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അതല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെന്താ നല്ല കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സമുദായത്തിൽ ഒരിക്കലും പാടില്ലാത്ത, നമ്മുടെ ദീനിൽ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഹൈറ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാലലി അർബഉ ബനാത്ത്. പിന്നെ അദ്ദേഹം ചെയ്ത ഹൈറായ കാര്യം പറയാൻ, എനിക്ക് 4 പെൺമക്കളും 4 ആൺമക്കളും ഉണ്ടായിരുന്നു. എൻ്റെ 4 പെൺമക്കളെ കൊണ്ട് 4 ആൺമക്കളെ കൊണ്ട് 4 പെൺമക്കളെ കെട്ടിച്ചു. എന്ത് പരിപാടി ഇത്, ഹറാമല്ലേ, കൊടിയ ഹറാമല്ലേ എന്ന്. വീണ്ടും ഞാൻ ചോദിച്ചു, അല്ല ഹിന്ദക്ക ഖൈറുൻ ഗൈറു ദാലിക്, ഇതല്ലാത്ത വേറെ ഹൈറായ വേറെ വല്ല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഖാല നഅം, ചെയ്തിട്ടുണ്ട്. ജഅൽതു വലീമത്തൻ ലിൽ മജൂസി വഖ്ത തസ്വീജിൽ ബനാത്തി ലിൽ അബ്നാഇ. എൻ്റെ ആൺമക്കളെ കൊണ്ട് എൻ്റെ പെൺമക്കളെ കെട്ടിക്കുന്ന സമയത്ത് ഞാൻ വലിയ വലിയ വിരുന്ന് നടത്തിയിട്ടുണ്ട്. അതും ഹറാമന്നല്ലേ, പാടില്ലാത്ത സംഗതിക്ക് ജനങ്ങൾക്ക് എന്നാ കൊടുക്കുക? പാടില്ലാത്ത സംഗതി വലിയ ആളാതും ആഘോഷമായിട്ട് നടത്തുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശരി തന്നെയാണ്. നിങ്ങൾ വേറെ എന്തെങ്കിലും ഹൈറായ കാര്യമായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഹൈറാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും? അദ്ദേഹം പറഞ്ഞു, നഅം ഹുവ കാന ഇൻദി ബിന്തും മിൻ അജ്മലിൻ നാസി മാ വജദ്തു ലഹാ കുഫുവ. എൻ്റെ മക്കളിൽപ്പെട്ട ഒരു മോള്, ഏറ്റവും നല്ല സുന്ദരിയായ ഒരു മോള്, അവൾക്ക് കുഫുവത്ത ഒരു ഭർത്താവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ തന്നെ അവളാണ്ട് കെട്ടി എൻ്റെ മോളെ. ഫതസവ്വജ്തുഹാ മിൻ നഫ്സി വജഅൽതു വലീമത്ത തിൽക്കൽ ലൈലത്തി വകാന ഫീ തിൽക്കൽ ലൈലത്തി മിനൽ മജൂസി അക്സറ മിൻ അൽഫിൻ. 1000 ആളുകളുടെ സദ്യ ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ മോളാണ്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്ത് തമ്മാടിത്തരങ്ങളാണ് ചെയ്യുന്നത്. എൻ്റെ മനുഷ്യ, നിങ്ങൾ ഹൈറാണ് എന്ന് തോന്നുന്ന എന്തെങ്കിലും വേറെ വല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ? അപ്പോഴും അദ്ദേഹം പറഞ്ഞു, നഅമദേ ലൈലത്തും മിൻ ലയാലി വത്തിയതു ഇബ്നതി അലാ ഫിറാശി ഫജാഅത് ഇംറഅത്തുൻ മുസ്ലിമത്തുൻ മിൻ അഹ്ലി ദീനിക തസറജ മിൻ സിറാജി ഫഅഖദത് السراج وخرجت وطفأت السراج ثم دخلت ثانيا وأوقدت السراج وخرجت ثم أطفأت എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ ഈ മകളെയും കൂടി വീട്ടിൽ കൂടുന്ന സമയത്ത് നിന്റെ കൂട്ടത്തിൽപ്പെട്ട, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരു മുസ്ലിമായ ഒരു സ്ത്രീ വന്ന് വിളക്ക് കത്തിക്കാൻ വേണ്ടി വന്നു. വിളക്ക് കെട്ടപ്പോൾ ഒരു തീപ്പെട്ടി പോലും ഉണ്ടാവൂലേ, അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വിളക്ക് കത്തിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വിളക്ക് കത്തിച്ച് പുറത്തിറങ്ങിയപ്പോൾ ആ വിളക്ക് കെട്ടു, വീണ്ടും ഉള്ളിലേക്ക് വന്നു, വിളക്ക് കത്തിച്ചു. അങ്ങനെ ആ വിളക്ക് കത്തിച്ച വിളക്കുമായി പുറപ്പെട്ടു, വീണ്ടും ആ വിളക്ക് കെട്ടു, വീട്ടിലേക്ക് വന്നു. ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പോയി, സ്ത്രീ വല്ല ചാരന്മാരിൽപ്പെട്ട, കള്ളന്മാരുടെ ചാരന്മാരിൽപ്പെട്ട ആളാകുമോ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫഖറജ്തു ഖൽഫഹാ ഫദഖൽതു മൻസില. ഞാൻ അവളറിയാതെ അവരെ പിന്നാലെ പോയി, അവളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കടന്നു. അങ്ങനെ ഫറഅയ്തു ലഹാ 4 ബനാത്തിൻ, ഞാൻ അവളുടെ വീട്ടിൽ കണ്ട രംഗം, അവൾക്ക് 4 പെൺമക്കളുണ്ട്. ഫലമ്മാ ദഖലത്ത് ഖുൽന ലഹാ യാ ഉമ്മ, ആ ഉമ്മ, ഈ പെണ്ണ്, ഈ സ്ത്രീ ആ വീട്ടിലേക്ക് കടന്നപ്പോൾ 4 പെൺമക്കളും കൂടി ചോദിക്കുന്നു, ഉമ്മ ഹൽ ജഅത ലനാ ബിശൈഇൻ ഫഇന്നഹു ലം യബ്ഖ ലനാ ത്വാഖത്തുൻ വലാ സബ്റുൻ അലൽ ജൂഅ്. ഉമ്മ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? ക്ഷമിക്കാൻ കഴിയുന്നില്ല ഉമ്മ, വിശന്നിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക്. ഫദമഅത് ഐനാഹാ, ഇത് കേട്ടപ്പോൾ ആ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. വഖാലത്ത് ലഹുന്ന ഇസ്തഹിയതു മിൻ റബ്ബി, എന്നിട്ട് ആ സ്ത്രീ ആ മക്കളോട് പറയുന്നു, മക്കളെ, ഞാൻ ലജ്ജിച്ചു എൻ്റെ റബ്ബിനെ തൊട്ട്, അന്നസ്അല ശൈഅൻ മിൻ അഹദിൻ ദൂനഹു, അല്ലാഹു വല്ലാത്തവരിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടാൻ.
വാത്തുറബ ഹാജത്തും മിൻ അദുബില്ലാഹി തആല വഹു മജൂസിയുൻ, ആ മജൂസിയായ അള്ളാഹുവിൻ്റെ ശത്രുവിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ ഞാൻ അതിൽ കൂടുതൽ ഞാൻ വിഷമിച്ചു പോയി, ഞാൻ ലജ്ജിച്ചു പോയി. ഇത് കേട്ടപ്പോൾ ഖാല ബഹ്റാമൻ, ബഹ്റാം പറയുകയാണ്, ഫലമ്മ സമിഅതു കലാമഹ, അവരുടെ ആ വാക്ക് ഞാൻ കേട്ടപ്പോൾ, ആ കുട്ടിയുടെ കരച്ചിലും ഞാൻ കേട്ടപ്പോൾ, റജഅതു ഇലാ ദാരി, എൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങിച്ചെന്നു. ഫഅഖൽതു തബഖൻ വജഅൽതുഹു മൽആനം മിൻ കുല്ലി ഷൈഅ, ഞാനൊരു വട്ടിയെടുത്ത് അതിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നിറച്ചുകൊണ്ട്, ഫദഹബ്തു ബിഹി ബിനഫ്സി ഇലാ ദാരിഹാ, ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നു. വഅതൈതുഹു ഇയ്യാഹാ, ഞാൻ അവൾക്കത് കൊടുത്തു. ഫഫരിഹത്ത്, അവർ വല്ലാത്ത സന്തോഷവതിയായി. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, ഹുവ ഹാദൽ ഖൈറു വലക്കൽ ബിശാറ, അതേ ഞാൻ ഈ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുന്ന ഖൈറാ കാര്യം ഇതാണ് സഹോദര. وبشرته بالرؤيا التي رأيته وقصصت عليه الرؤيا قلت هذا الخير ولك البشارة, ഇതാണ് ആ ഖൈർ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല നിങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉടനെ തന്നെ ഇത് കേട്ട് സന്തുഷ്ടനായി. എല്ലാ തമ്മാടിത്തരങ്ങളും ചെയ്തെങ്കിലും ഈ ഒരു നല്ല കാര്യം നല്ലതെന്ന് അദ്ദേഹത്തിനേക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റുമായിട്ടാണ് അബ്ദുല്ലാഹിബ്നു മുബാറക് വന്നിരിക്കുന്നത്. ഉടനെ തന്നെ ആ മജൂസിയായ ബഹ്റാം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഫഖറ മിൻ സഅതിഹി വമാത്, അവിടെ കിടന്ന് മരിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് പറയാൻ, ഞാൻ തന്നെ അദ്ദേഹത്തിനെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, അദ്ദേഹത്തിന് പേര് നിസ്കരിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് പറയാണ്, മക്കളെ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കിക്കോളൂ, രക്ഷപ്പെടും കേട്ടോ. കാരണം അള്ളാഹുവിൻ്റെ കൊടിയ ശത്രുക്കളെ അള്ളാഹുവിൻ്റെ പ്രിയങ്കരരാക്കി മാറ്റാൻ ദാനധർമ്മങ്ങളെ കൊണ്ടും പാവപ്പെട്ടവർക്ക് വല്ലതും ചെയ്യൽ കൊണ്ടും നടക്കും. അള്ളാഹു തആല എത്ര ദേഷ്യം വെച്ച ആളാണെങ്കിലും, അള്ളാഹുവിൻ്റെ കൂടിയ ശത്രുക്കളാണെങ്കിലും, അള്ളാഹുവിൻ്റെ ആയിത്തീരാൻ ആ ദാനധർമ്മങ്ങളെ കൊണ്ട് സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.